നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു പാചകത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. നമ്മുടെ ചാനല് കഥകളതി സാഗരം വളരെ സന്തോഷത്തോടെ കൂടി അറിയിക്കട്ടെ, 2000-ലേറെ, എനിക്കതൊക്കെ ഒരു വലിയ സംഖ്യയാണ് കേട്ടോ, സബ്സ്ക്രൈബേഴ്സും അതുപോലെ 1135-ലേറെ വീഡിയോസും ഇതുവരെ ഈ ചാനലിൻ്റെ സമ്പത്തായിട്ടുണ്ട്. ഞാൻ ഇനിയും തുടരുകയാണ്. കഥകൾ പറയാനായിട്ടാണ് തുടങ്ങിയത്. ഇടയ്ക്ക് കഥകൾ തന്നെ ഒരു മടുപ്പ് തോന്നണ്ടായെന്ന് കരുതി. മാത്രമല്ല, നമുക്കറിവുള്ള കാര്യങ്ങൾ മറ്റു പല കാര്യങ്ങളും മറ്റുള്ളവരുമായിട്ട് സംവദിക്കുന്നത് ഒരു സുഖമല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു പാചക റെസിപ്പിയാണ് വരുന്നത്. ഒരു സാധാരണ ഭവനത്തിൽ സാധാരണ വിധത്തിൽ വയ്ക്കുന്ന ഒരു സാധാരണ ഉച്ചയൂണിനുള്ള ഒരു കറി, അത്രയേ ഉള്ളൂ. ഈ കാലസ്ഥിതിക്ക് അനുസരിച്ച് ഇപ്പോൾ ധാരാളമൊക്കെ ഉണ്ടല്ലോ, ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ കാലല്ലേ. അതുപോലെ മത്തങ്ങ, കുമ്പളങ്ങ, വെള്ളരിക്ക, പടവലങ്ങ, പാവയ്ക്ക, അച്ചിങ്ങ, ചീര തുടങ്ങിയ പച്ചക്കറികളുടെയൊക്കെ ഒരു സീസണാണ് ഇപ്പോൾ. ഇന്ന് ഞാൻ എൻ്റെ ഭവനത്തിൽ ഉച്ചയ്ക്ക് ഊണിനുണ്ടാക്കിയ ഒരു കറി, സാധാരണമായത്. നിങ്ങൾ പലരും ഉണ്ടാക്കിയിട്ടുണ്ടാകാം, ഈ ഉണ്ടാക്കാതിരിക്കുന്നവരുണ്ടാകില്ല. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത്തരത്തിൽ പഴയ അമ്മൂമ്മമാർ, പണ്ട് കാലത്ത്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മൂമ്മമാർ നമ്മുടെ ഭവനത്തിലുണ്ടാക്കുന്ന ഇമാതിരി കൂട്ടാനുകളൊന്നും ഇപ്പോൾ സാധാരണയായിട്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അമ്മമാരുണ്ടാക്കുന്നില്ല. ഒരു പ്രധാനമായൊരു കാര്യം അതാണ്. പിന്നെ അവരെയൊക്കെ ഇപ്പോഴത്തെ ആധുനിക പുതിയ മോഡൽ കറികളും പുതിയ മോഡൽ ഭക്ഷണങ്ങളും ഒക്കെ സ്വീകരിക്കുന്നവരാണ്. അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ പഴയ രുചി ഇതൊന്ന് മനസ്സിലാക്കും. വെള്ളരിക്ക, ഇപ്പോഴത്തെ കാലത്ത് ഒരു കഷ്ണം വെള്ളരിക്ക, ഒരു വെള്ളരിക്കയുടെ പകുതിയാണ് ഞാൻ എടുത്തത്. സാമാന്യം നല്ല വലിയ വെള്ളരിക്കയായിരുന്നു. തൊണ്ടൊക്കെ ചെത്തി കളഞ്ഞ് കഴുകി വാരി പാത്രത്തിലിട്ടു. അത് അടുപ്പത്ത് വെച്ചു, തീ കത്തിച്ചു, വേവിച്ചു. ഞാൻ ഈ കറി ഉണ്ടാക്കിയത് കുക്കറിലല്ല, സാധാരണ പഴയ കാലത്ത് ഉപയോഗിക്കാറുള്ള കൽച്ചട്ടി എന്ന് പറയും, കല്ല് കൊണ്ടുകൊണ്ട് അത്തരത്തിലുള്ളൊരു കൽച്ചട്ടിയിലാണ് ഈ കൂട്ടാൻ ഉണ്ടാക്കിയത്. വെള്ളരിക്ക കഴുകി അടുപ്പത്തേക്ക് വെച്ചു, അതും വിറകടുപ്പിലുമാണ്. അരി വാർത്ത് കഴിഞ്ഞപ്പോൾ, അരി ഞാൻ സാധാരണ വിറകടുപ്പിലാണ് കത്തിക്കുക. അരി വാർത്ത് കഴിഞ്ഞപ്പോൾ ധാരാളം തീയുണ്ട്, അസലായിട്ട് നല്ല ഒന്നാന്തരം വിറവുണ്ട്. ഒരു കൊള്ളി അങ്ങോട്ട് എടുത്ത് വയ്ക്കല്ലേ വേണ്ടൂ. കൽച്ചട്ടി കഴുകി എടുത്ത് കഷ്ണം അടുപ്പത്തേക്ക് വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇടാനായിട്ട് രണ്ട് മാങ്ങ എങ്ങനെയാണെന്ന് വെച്ചാൽ തൊലി ചെത്തി, പഴുപ്പായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ പഴുപ്പായിട്ടുണ്ട്. മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ, അല്ലാതെ വേറെ മാമ്പഴം നാട്ടുമാങ്ങയാണ് വേണ്ടത് പുളിശ്ശേരി വയ്ക്കാൻ. പക്ഷേ ഇതിപ്പോൾ മൂവാണ്ടൻ മാങ്ങയെ കിട്ടിയത്, അത് നല്ലോണം മൂപ്പായിട്ടുണ്ട്, പഴുത്ത് അങ്ങോട്ട് ആയിട്ടുമില്ല. ആ തൊലി ചെത്തി രണ്ട് വശത്തുള്ള പള്ളപ്പൂള് അങ്ങോട്ട് പൂളിയെടുത്തു, ആണ്ടിയോട് കൂടിയിട്ടു. പള്ളപ്പൂള് നുറുക്കി അതും കഷ്ണമായിട്ടിട്ടു, രണ്ട് മാങ്ങ. ഈ കഷ്ണങ്ങൾ രണ്ടും ഒന്നിച്ചങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ വെള്ളരിക്ക ഒന്ന് തിളയ്ക്കാൻ തുടങ്ങി. ഈ കഷ്ണം കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടു, അല്പം മുളക് പൊടി ഇട്ടു. മുളക് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ ഇട്ടു, ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. ഒരുമാതിരി വെന്തതായി. അത് കഴിഞ്ഞിട്ട് കൽച്ചട്ടി അങ്ങനെ അടച്ചു വെച്ച് തേങ്ങ ചിരണ്ടി, ഇതിലേക്ക് തേങ്ങ ആവശ്യമുണ്ട്. തേങ്ങ ചിരണ്ടി ഒരു അരമുറി തേങ്ങ അങ്ങോട്ട് ചിരണ്ടി എടുത്തു. അത് അരയ്ക്കാനായിട്ട് മിക്സിയിലേക്ക് ഇട്ടു. അതിലേക്കും 2-3 വെളുത്തത്ര നീട്ടത്തിലുള്ള കാന്താരി മുളകുണ്ട് ഇവിടെ, ആ ഒരു 4-5 കാന്താരി മുളക് അങ്ങോട്ട് ഇട്ടു. ഒരു നുള്ള് ജീരകം ഇട്ടു. തേങ്ങയും ഇതും കൂടി അങ്ങനെ അരച്ച് വെച്ചു. അപ്പോഴേക്കും കഷ്ണം ഒരുമാതിരി വേവായി. ഞാൻ കഷ്ണം ഒരുമാതിരി വേവായിട്ടാണ് കേട്ടോ ഇങ്ങനെ പാത്രത്തിലൊക്കെ വയ്ക്കുമ്പോൾ, കൽച്ചട്ടിയിലൊക്കെ വയ്ക്കുമ്പോൾ, കുക്കറിലത്തെ കാര്യമല്ല. ഉപ്പിട്ടു. ഇത് വേഗം അരച്ച് കൊണ്ടുവന്നു. ആ ഉപ്പിട്ടു അപ്പോഴത്തേക്കും ഇത് അരയ്ക്കാൻ പോയി, അരച്ച് വന്നു. പിന്നാലെയൊക്കെ നോക്കുമ്പോൾ, ഇളക്കി നോക്കുമ്പോൾ എന്താ, കഷ്ണം വെന്തു. കഷ്ണം വെന്തപ്പോൾ വേഗം ഈ അരച്ച തേങ്ങയും അതിൻ്റെ കൂടെ കൂട്ടി.
അത് കഴിഞ്ഞ് കുറച്ച് പാകത്തിന് വെള്ളയും നല്ലതുപോലെ ഒന്നങ്ങോട്ട് തിളച്ചപ്പോൾ നല്ല അസൽ തൈര്, സാമാന്യം പുളിയുള്ള തൈരാണ്, ഒരുപാട് അങ്ങോട്ട് പുളിച്ച് ചീറിയിട്ടൊന്നുമില്ല. ആ തൈര് മാത്രമായിട്ട് അങ്ങോട്ട് കലക്കി, ഒരുപാട് വെള്ളം ഒഴിച്ച് മോരാക്കിയില്ല, വെണ്ണ മാറ്റിയില്ല. ആ തൈര് അങ്ങോട്ട് കടകോലയ്ക്ക് മരം കൊണ്ടുള്ള കടകോലൊക്കെ ഇട്ടില്ല. ഞാൻ തൊണ്ട തൈര് കടകോല ഇട്ട് കടഞ്ഞ് വെച്ചേക്കണം തൈര്. ഒരു ഗ്ലാസ് തൈര് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സുകളിൽ ഒരു ഗ്ലാസ് കലക്കിയ തൈര് അതിലേക്ക് ഒഴിച്ചു. അതിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ ഉലുവ വറുത്ത് പൊടിച്ച പൊടി ഇരിപ്പുണ്ട്, ഒരു ചെറിയ സ്പൂൺ ഉലുവ പൊടിയും ഇട്ടു. ഇളക്കി നോക്കി, പതഞ്ഞ് വരാൻ തുടങ്ങുകയാണ്. പതഞ്ഞ് വരാൻ തുടങ്ങിയപ്പോൾ തവി കൊണ്ടൊരു തുള്ളി എടുത്തിട്ട് കയ്യിലൊഴിച്ചിട്ട് ഉപ്പും മുളകൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മാങ്ങയ്ക്ക് പുളിയുണ്ട്, ഉപ്പായെങ്കിലും മോരിനും പുളിയുണ്ട്. ഇതൊന്ന് ക്രമീകരിക്കണം. ഒട്ടും പഠിച്ചില്ല, ഒരു ചെറിയ കഷ്ണം ശർക്കര അങ്ങോട്ട് എടുത്തിട്ട് ഒന്നുകൂടി ഇളക്കി പതഞ്ഞങ്ങോട്ട് വന്നു. വേഗം ഇറക്കി വാങ്ങി വെച്ചു. ചീൻചട്ടി അടുപ്പത്തേക്ക് എടുത്തു വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, പൊട്ടി. 2-3 കൊല്ലമുളക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് ഇട്ട്, കടുക് അങ്ങോട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ മുളക് ഇട്ടു, അതിൻ്റെ പിന്നാലെ കറിവേപ്പില ഇട്ടു, ഒന്നങ്ങോട്ട് ഇളക്കി അങ്ങനെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു. ഒരു 2 തവി കൂട്ടാനും ചീഞ്ചട്ടിക്ക് ഒഴിച്ച് ഒന്ന് ചിറ്റിച്ച് അതും കൽച്ചട്ടിയിലേക്ക് ഒഴിച്ചു. എല്ലാം ഇളക്കി നോക്കി അടച്ചവിടെ വെച്ചു ഭദ്രമായിട്ട്. നല്ല സൂപ്പർ കൂട്ടാനാട്ടോ. പണ്ട് കാലത്ത് അമ്പലത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഉണക്കച്ചോറിനൊക്കെ ഉണ്ടല്ലോ, ഈ വെള്ളരിക്കയും മാങ്ങയും മോരൊഴിച്ച കൂട്ടാൻ കൂട്ടി ഊണ് കഴിക്കാൻ നല്ല സുഖമായ ഊണായിരിക്കും. ഞാൻ ആ കൂട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചു തരാം, നോക്കൂ. സാധാരണ വെള്ളരിക്ക മാങ്ങ കൂട്ടാൻ. പാത്രത്തിൽ ഇങ്ങനെയാവുമ്പോഴാണ് കാണുക അല്ലേ, ഇതാണ്. നോക്കൂ, നല്ല കൂട്ടാനാട്ടോ. വെള്ളരിക്ക മാങ്ങയ്ക്ക് മാമ്പഴം ഇട്ടാൽ ഇതിനേക്കാൾ സുഖമായിരിക്കും. നാട്ടുമാവിൻ്റെ മാങ്ങ, പഴുത്ത മാങ്ങ ഇടുകയാണെങ്കിൽ കൂട്ടാൻ ഒന്നുകൂടി സ്വാദുണ്ടാവും. ആ നാട്ടുമാങ്ങയുടെ സ്വാദൊന്ന് വേറെ. ഇത് മോശമൊന്നുമില്ല, നല്ല കൂട്ടാൻ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഭവനങ്ങളിൽ പണ്ട് കാലത്ത് ചക്കയുടെയും മാങ്ങയുടെയും കാലത്ത് ചക്കക്കുരുവും മാങ്ങയും വെള്ളരിക്കയും മാങ്ങയും മുരിങ്ങക്കായും മാങ്ങയും ചീരയും മാങ്ങയും ഇങ്ങനെ മാങ്ങയുടെ കാലത്ത് മറ്റു പല കഷ്ണങ്ങളുമായിട്ട് ചേർത്ത് മാങ്ങ കൂട്ടാൻ ഉപയോഗിക്കാറുണ്ട്. അതൊരു സ്വാദുള്ള കൂട്ടാനായിട്ടാണ് എല്ലാവർക്കും ഫീൽ ചെയ്യാറുള്ളത്. എല്ലാവരും കൂട്ടും, സാധാരണ ഒരു കറി തന്നെ. അപ്പോൾ എൻ്റെ ഇന്നത്തെ പാചക രീതിയിലേക്കുള്ള എൻ്റെ കോൺട്രിബ്യൂഷൻ ഒരു സാധാരണ മാമ്പഴ കൂട്ടാൻ. എന്താ ഇതിന് പറയുക? സാധാരണ മാമ്പഴ കൂട്ടാൻ. ഇത് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടാവും. ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകുമായിരിക്കും, ഇല്ലായിരിക്കും. ഒരു നുള്ളി ജീരകം ഇടാൻ ഞാൻ മറന്നു. പച്ചമുളകും ജീരകവും കൂടി ഇട്ടിട്ടാണ് കേട്ടോ തേങ്ങ അരയ്ക്കണത്. മറന്നോ സംശയം തോന്നുന്നുണ്ടോ, അതുകൊണ്ട് പറഞ്ഞേ. നുള്ളി ജീരകം വേണം, നല്ല സ്വാദാവുള്ളൂ. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നിങ്ങൾ ഈ കൂട്ടാനൊന്നും ഉണ്ടാക്കൂ, പുതിയതായിട്ട് ഉണ്ടാക്കാത്തവർക്കാണെങ്കിൽ മറ്റുള്ളവർക്കാണെങ്കിൽ പറഞ്ഞു കൊടുക്കൂ, അവരും ഉണ്ടാക്കി പഠിക്കട്ടെ. കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി കൊടുക്കാഞ്ഞിട്ടാ, കൊടുത്തു. എല്ലാവർക്കും നന്ദി.